തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ ഉണ്ടാക്കുന്നത് തടയാൻ സംഘി ഗവർണർ നടത്തിയ നാണംകെട്ട ശ്രമം അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 10-ാം തീയതി 120 പേരുടെ പിന്തുണയുമായി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ഈ ചാനൽ തുടർച്ചയായി കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോകളിലും ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടിക്ക് 20% വോട്ടുകളെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMKയും BJPയും NDAയും തമിഴ്നാട്ടിൽ ഇല്ലാതാകുമെന്നും വിജയുടെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തും എന്നുള്ളതും. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ അണ്ണാ DMKയുടെയും BJPയുടെയും പണി ഇതോടുകൂടി തീർന്നിരിക്കുകയാണ് എന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. വളരെ നാടകീയമായി തമിഴ്നാട്ടിലുണ്ടായ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 120 പേരുടെ പിന്തുണയുമായാണ് വിജയ് സർക്കാർ രൂപീകരിച്ചത്. ഇന്നലെ VCKയുടെ JCD പ്രഭാകർ ഏകകണ്ഠമായി തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡെപ്യൂട്ടി സ്പീക്കറായി TVKയുടെ M രവിശങ്കറും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സംഘി ഗവർണർ BJPക്ക് കുതിരക്കച്ചവടം ചെയ്യുന്നതിനു വേണ്ടി ഏതു വിധേനയും വിജയിയെ തടയാൻ ശ്രമിച്ചു. AIADMKയും DMKയും ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നതിനു വേണ്ടി BJP പിന്നിൽ നിന്ന് കളി കളിച്ചു. എന്നാൽ ADMKയിലെ 30ഓളം MLAമാർ ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്ക് മുങ്ങുകയാണ് ഉണ്ടായത്. ഇന്നലെ നിയമസഭ ചേർന്നപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. AIADMKയുടെ 47 MLAമാരിൽ 30 MLAമാർ വിജയ്ക്ക് നാടകീയമായി പിന്തുണ പ്രഖ്യാപിച്ചു. AIADMK നേതാവ് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് ഈ 30 MLAമാർ വിജയുടെ പാർട്ടിയായ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതുതന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞതും. ADMK MLAമാർ ബഹുഭൂരിപക്ഷവും TVKയിലേക്ക് കൂറുമാറും എന്ന്. CV ഷൺമുഖത്തിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊള്ളൂ. We passed a resolution. We accept the people mandate. The people mandate is for not for TVK. The mandate is for Chief Minister Vijay. That is foremost important. That we have to understand that. The mandate is for Vijay to become a Chief Minister. So we respect people mandate. So to respect the people mandate, we wholeheartedly congratulate. First of all, we congratulate Chief Minister Thiru Vijay, and wholeheartedly we as a AIADMK party and AIADMK legislative party support and extend our support to the TVK government headed by Chief Minister. അദ്ദേഹം തുറന്നു പറയുകയാണ് തമിഴ്നാട്ടിൽ ജനങ്ങളുടെ മാൻഡേറ്റ് TVKയ്ക്കും വിജയ്ക്കും ആണ് എന്ന്. മുഖ്യമന്ത്രി വിജയിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം AIADMK പാർട്ടിയുടെ പരിപൂർണ പിന്തുണയും TVKയ്ക്ക് നൽകാൻ അവരുടെ പാർട്ടി തീരുമാനിച്ചു എന്ന്. ഇദ്ദേഹത്തിന്റെ കൂടെ 30 അല്ല അതിൽ കൂടുതൽ MLAമാർ ഉണ്ട് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. ഇവർ ചേർന്ന് പളനിസ്വാമിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. എന്നിട്ട് യഥാർത്ഥ AIADMK തങ്ങളാണ് എന്ന് അവകാശപ്പെടും. അതുപോലെ BJPയുമായുള്ള എല്ലാ സഖ്യവും പരിപൂർണമായി ഉപേക്ഷിച്ചു എന്നും ഇനി BJPയുമായി ഒരു സഖ്യം ഒരിക്കലും തങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നും അവർ പറഞ്ഞു. ഇനി അദ്ദേഹം ഇവിടെ വരുമ്പോൾ മാധ്യമങ്ങൾ വളയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കാം. Except TVK. Okay, sir. What about EPS? Leave. Please, don't upset me. Please. Please, What is the position of EPS in the party? he is our general secretary. ഞങ്ങൾ TVK ഒഴികെ മറ്റൊരു പാർട്ടികളുമായി കൂട്ടുകൂടാൻ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് BJP ഉൾപ്പെടെ വേറൊരു പാർട്ടികളുമായി ഒരു ബന്ധവും ഇല്ല എന്ന്. ആകെ ബന്ധം ഉണ്ടാക്കുന്നത് TVKയുമായി മാത്രമാണ് എന്ന്. അപ്പോൾ EVSന്റെ കാര്യം, അതായത് പളനിസ്വാമിയുടെ കാര്യം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അയാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, അത്രമാത്രം എന്നാണ്. അതുപോലെ CV ഷൺമുഖം പറഞ്ഞത് പളനിസ്വാമി DMKയോട് ചേർന്ന്
മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങൾ DMKയുടെ എതിരാണ്. അവരെ തമിഴ്നാട്ടിലെ ഈവിൾ ഫോഴ്സ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് AIADMKയ്ക്ക് DMKയുമായി കൂട്ടുചേരാൻ ആവുക? ഞങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. പിന്നീട് അവർ വിജയെ നേരിട്ട് എന്ന് കണ്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ ആ വനിതാ MLA വിജയുടെ കൈമുത്തുകയാണ്. AIADMKയുടെ വനിതാ MLA. അടുത്തു നിൽക്കുന്നത് CV ഷൺമുഖം ആണ്. ഇത് സൺ ന്യൂസ് പുറത്തുവിട്ട ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ വിജയ്ക്ക് എത്ര പേരുടെ പിന്തുണയായി എന്ന് അറിയണ്ടേ? TVKയുടെ 107 പേരും, കോൺഗ്രസിന്റെ 5 പേരും, VCKയുടെ 2 പേരും, ഇടതുപക്ഷത്തിന്റെ 4 പേരും, 30-ൽ കുറയാതെയുള്ള AIADMK റിബലുകളും ചേർന്ന് മിനിമം 180 പേരുടെ പിന്തുണയാണ് വിജയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് നിയമസഭയിൽ വൻ ഭൂരിപക്ഷം ആയിരിക്കുകയാണ്. ഇപ്പോൾ AIADMKയുടെ 30 പേരാണ് വിജയെ വന്ന് കണ്ടിരിക്കുന്നത്. ഇനിയുള്ള 17 പേരിൽ ബഹുഭൂരിപക്ഷവും ആടി നിൽക്കുകയാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ 40-ൽ കുറയാതെയുള്ള AIADMK MLAമാർ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊദാനിയുടെ NDTVയിലെ ശിവ് ആരൂർ എന്ന നാണംകെട്ട ഗോദി മീഡിയ ആങ്കർ പോലും റിപ്പോർട്ട് ചെയ്തതാണ് ഇത്. പ്രതീക്ഷിച്ചതുപോലെ AIADMK പിളരാൻ പോവുകയാണ്. മുതിർന്ന നേതാവ് CV ഷൺമുഖം ഔദ്യോഗികമായി മുഖ്യമന്ത്രി വിജയെ പിന്തുണയ്ക്കുകയും EPSന്റെ നേതൃത്വത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ജയലളിതയുടെ പാർട്ടിയിൽ വലിയ പ്രതിസന്ധി. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ഫ്ലോർ ടെസ്റ്റിന് മുൻപ് വിജയ്ക്ക് വലിയ ബൂസ്റ്റ്. AIADMK വിമത MLA ഞങ്ങൾ TVK ഗവൺമെന്റിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. 47 MLAമാരിൽ 3-ൽ 2 പേർ മാറിയാൽ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമം ബാധകം ആകാതിരിക്കുകയുള്ളൂ. അതായത് 32 പേർ. എന്നാൽ 32 പേരെ ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് 100% ഉറപ്പാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഗോദി മീഡിയ ANAയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ Xൽ കൊടുത്ത വാർത്തയാണ് ഇത്. അങ്ങനെ തമിഴ്നാട്ടിൽ വിജയുടെ മാസ്റ്റർ സ്ട്രോക്കിൽ BJPയോട് കൂട്ടുചേർന്ന AIADMK തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഭരണം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തുടർച്ചയായി പല ടേമുകൾ വിജയ്ക്ക് തമിഴ്നാട് ഭരിക്കാനാവും. DMK മാത്രമായിരിക്കും ഇനി തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടിയായി മുൻപോട്ട് ഉണ്ടാവുക. ഞാൻ പ്രവചിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന ഈ നാടകീയ സംഭവങ്ങളെക്കുറിച്ച്, NDAയുടെ തകർച്ചയെക്കുറിച്ച്, BJPയുടെ തകർച്ചയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?